റോണ്ട ബേണിൻ്റെ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 14ാമത്തെ ദിവസമാണ് നമ്മളിന്നിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഒരു മാന്ത്രിക ദിനം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ്. അതായത് രാവിലെ അന്നേ ദിനത്തിനായുള്ള നിങ്ങളുടെ പദ്ധതികൾ വൈകുന്നേരവും കിടക്കാൻ പോകുന്നത് വരെയും മനസ്സിൽ രൂപപ്പെടുത്തുക. ഓരോ പരിപാടിക്കും സംഭവത്തിനുമൊപ്പം നന്ദി എന്ന മാന്ത്രിക വാക്ക് അത് നന്നായി നടന്നാൽ എന്ന പോലെ തന്നെ പറയുക. ദിവസത്തിനൊടുവിൽ നിങ്ങൾ നന്ദി പറയുന്നതായി സങ്കല്പിക്കുക. എല്ലാം നന്നായി നടന്നതിൽ നിങ്ങൾ അങ്ങേയറ്റം നന്ദി പ്രകാശിപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാന്ത്രിക ദിനം കാണുന്നതിനും അനുഭവിക്കുന്നതിനും ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നന്ദിയോടെ ഇരിക്കണം. ഒരു മാന്ത്രിക ദിനം ഉണ്ടാകുന്നതിന് നിങ്ങൾ അന്നേ ദിനത്തിലെ പദ്ധതികളെക്കുറിച്ച് വെറുതെ ചിന്തിച്ച് ഓരോന്നും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അത് നന്നായി നടന്നു എന്ന പോലെ നന്ദി എന്ന മാന്ത്രിക വാക്ക് ഉപയോഗിക്കുക. ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണിത്. കുറച്ച് സമയമേ ഇതിനു വേണ്ടി വരുന്നുള്ളൂ. എന്നാൽ ഇത് നിങ്ങളുടെ ദിവസത്തിലുണ്ടാക്കുന്ന വ്യത്യാസം അവിശ്വസനീയമാണ്. ഓരോ ദിവസത്തിനും മുൻകൂട്ടി കൃതജ്ഞത അർപ്പിക്കുന്നതിലൂടെ ആകർഷണ നിയമം അനുസരിച്ച് ഒരു മാന്ത്രിക ദിനം നിങ്ങൾക്ക് സൃഷ്ടിക്കപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നന്നായി പോകുന്നതിന് നന്ദി പറയുമ്പോൾ തിരികെ ലഭിക്കുന്നത് നല്ല അനുഭവങ്ങളാകും. ഓരോ ദിവസമുള്ള സാഹചര്യങ്ങളെ നാടകീയമാം വിധം സ്വാധീനിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉണർന്നെഴുന്നേറ്റപ്പോഴുള്ള വിഷാദഭാവത്തെപ്പറ്റി ചിന്തിക്കുക. ദിവസം തുടരുമ്പോൾ ഒന്നിനു പിന്നാലെ ഒന്നായി കാര്യങ്ങൾ നിങ്ങൾക്ക് മോശമാകുന്നു. ആ ദിവസത്തിൻ്റെ അവസാനം നിങ്ങൾ അത്ഭുതപ്പെടും, എന്തൊരു മോശം ദിവസമായിരുന്നു അന്നെന്ന്. മോശം ദിനമുണ്ടാകുന്ന അവിചാരിതമായി സംഭവിക്കുന്നതാണെന്ന പോലെ നിങ്ങൾക്ക് മോശം ദിനമുണ്ടാകാനുള്ള ഒരേയൊരു കാരണം നിങ്ങൾ നിങ്ങളുടെ മോശം മൂഡിനെ രാവിലെ മുതൽ കൂട്ടി നടന്നതാണ്. ആ മോശം മൂഡ് കാര്യങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വഷളാക്കുകയും ചെയ്യും. ഒരു ചീത്ത മൂഡുമായി എഴുന്നേൽക്കുന്നത് പോലും അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതല്ല. എന്തെന്നാൽ ഇതിനർത്ഥം നിങ്ങൾ തലേ ദിവസം ഉറങ്ങാൻ പോയത് തന്നെ എന്തിനൊക്കെയോ പറ്റി നിഷേധാത്മകമായി ചിന്തിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ നിങ്ങൾ അതേപ്പറ്റി അറിഞ്ഞിട്ടുണ്ടാകില്ല പോലും. ഇതാണ് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങും മുൻപ് മാന്ത്രിക പരിശീലനം ചെയ്യേണ്ടതിൻ്റെ പ്രധാന കാരണം. ഇത് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നല്ല ചിന്തകളോടെയാണ് കിടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അനുഗ്രഹങ്ങൾ എണ്ണുന്നതിനൊപ്പമുള്ള മാന്ത്രിക കല്ലിൻ്റെ പരിശീലനം എല്ലാ ദിവസവും നിങ്ങളെ രാത്രിയും പകലും നല്ല മൂഡിൽ നിലനിർത്തും. ഓരോ ദിവസവും തുടങ്ങുന്നതും അതിൽ തുടരുന്നതും നല്ല മാനസികാലോസത്തോടെ ആയിരിക്കാൻ ഇത് നിങ്ങൾക്ക് ഉറപ്പുവരുത്തും. നല്ലൊരു മാന്ത്രിക ദിനം ഉണ്ടാകാൻ നിങ്ങൾക്ക് നല്ല അനുഭവം ഉണ്ടാകണം. കൃതജ്ഞത അല്ലാതെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് പൊടുന്നനെ നല്ല മൂഡ് നൽകാൻ ഉണ്ടോ എന്ന് സംശയകരമാണ്. ഇന്നത്തെ ദിവസത്തേക്കുള്ള പ്ലാൻ എന്തുമാകട്ടെ, അതായത് യാത്രയോ മീറ്റിങ്ങോ ഉച്ചയൂണോ വ്യായാമോ ഡ്രൈ ക്ലീനിങ് നൽകുന്നതോ എന്തെങ്കിലും കളികളോ സിനിമയ്ക്ക് പോകുന്നതോ എന്തും സുഹൃത്തിനെ കാണാൻ പോകുന്നതോ വീട് വൃത്തിയാക്കലോ സ്കൂളിൽ പോകുന്നതോ എന്തുമാകട്ടെ, ഇന്നത്തെ ദിവസം മാന്ത്രികമാക്കാൻ മാന്ത്രിക വാക്കായ നന്ദി എന്ന് പറയുക. ഇതെല്ലാം നന്നായി നടക്കുന്നതിന് മുമ്പേ തന്നെ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടിക എഴുതി തയ്യാറാക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ആ പ്രതിദിന പട്ടികയിലൂടെ കണ്ണോടിച്ച് ഓരോന്നും നന്നായി നടന്നുവെന്ന് കൃതജ്ഞത മനസ്സിൽ അർപ്പിക്കുക. നിങ്ങൾ ഈ മാന്ത്രിക പരിശീലനം മനസ്സിലോ പേപ്പറിലോ ചെയ്താലും പ്രധാന കാര്യം ഓരോ പ്രവൃത്തിയുടെയും ഫലം സംഭവിക്കാവുന്നതിൽ ഏറ്റവും മികച്ചത് എന്ന് വേണം കരുതേണ്ടത്. ഒരു മാന്ത്രിക ദിനം ഉണ്ടാകാൻ നിങ്ങൾ നന്ദിയെ സമയത്തിന് മുൻപേ തന്നെ ഉപയോഗിക്കുന്നുവെങ്കിൽ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അത് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഇല്ലാതാകുന്നു. നിങ്ങൾ എത്രയധികം ഈ മാന്ത്രിക പരിശീലനം ഉപയോഗിക്കുന്നുവോ അത്രയേറെ നിങ്ങളുടെ ദിനങ്ങൾ നന്നാകുന്നു. ചെറിയ കാര്യങ്ങൾ മുതൽ പ്രധാന കാര്യങ്ങൾ വരെ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നന്നായി നടക്കാൻ തുടങ്ങും. ദുഷ്ടത നിറഞ്ഞ ദിനങ്ങൾ ശരിയാകും. വിഷമകരവും നിരാശാജനകവുമായ കാര്യങ്ങൾ നിങ്ങളുടെ ദിവസത്തിൽ സംഭവിക്കുന്നതിന് പകരം നിങ്ങളുടെ ദിനങ്ങളിലേക്ക് മാന്ത്രിക ഒഴുക്കുണ്ടാകുകയും സങ്കടങ്ങളും പിരിമുറുക്കങ്ങളും അനായാസമായി ഒഴിവായി കൂടുതൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുകയും ചെയ്യും. അതായത് കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തിയാൽ നമുക്ക് എല്ലാം അത്ഭുതകരമായി നമുക്ക് അനുഭവവേദ്യമാകും. മാന്ത്രിക ദിനമുണ്ടാകാൻ കൃതജ്ഞത ഉപയോഗപ്പെടുത്തുന്നതിന് രാവിലെ സമയത്ത് ഏതാനും മിനിറ്റുകൾ മാത്രമേ ചെലവഴിക്കേണ്ടതുള്ളൂ. അന്നേ ദിവസമുള്ള സംഭവങ്ങൾക്ക് മുന്നേ തന്നെ നന്ദി പ്രകാശിപ്പിക്കുന്ന ഒറ്റ കാര്യം മതി ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായി മാറാൻ. പുതിയ ദിവസത്തിലേക്ക് നിങ്ങൾ ഉണരുമ്പോൾ അതൊരു മാന്ത്രിക ദിനമായി മാറുന്നതിന് നിങ്ങൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ കുളിക്കുമ്പോഴോ വസ്ത്രം മാറുമ്പോഴോ നിങ്ങളുടെ അന്നേ ദിനത്തിലെ പരിപാടികളെ പറ്റി ഒന്ന് ചിന്തിക്കുക. ഓരോന്നും നല്ല രീതിയിൽ നടക്കുന്നതിന് നന്ദി എന്ന് പറയുക. ദിവസം തുടങ്ങുമ്പോൾ ഈ മാന്ത്രിക പരിശീലനം ഒറ്റ സെഷനിൽ തന്നെ നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക.
രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരവും കിടക്കാൻ പോകുന്ന നേരം വരെ നിങ്ങളുടെ മനസ്സിൽ അതാത് സമയത്തേക്കുള്ള പദ്ധതികളിലൂടെ മുന്നേറുക. ഓരോ പരിപാടിക്കും സംഭവത്തിനുമൊപ്പം ആ ദിവസത്തിനൊടുവിൽ നന്ദി എന്ന മാന്ത്രിക വാക്ക് പറയുന്നതായി സങ്കല്പിക്കുക. അത് വളരെ നന്നായി നടന്നതിൽ നിങ്ങൾ അങ്ങേയറ്റം കൃതജ്ഞത പ്രകാശിപ്പിക്കുക. കൂടുതൽ നന്ദിയുള്ളവനായിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് കഴിയാവുന്നത്ര വിശേഷണങ്ങൾ നന്ദി വാക്കിനൊപ്പം ചേർക്കാം. അതായത് ഏറ്റവും മികച്ച തൊഴിൽ ദിനങ്ങളിൽ ഒന്ന് ഉണ്ടായതിന് നന്ദി എന്ന് പറയാം. അതായത് ആയാസരഹിതവും സന്തോഷകരമായ ക്ലീനിങ് ദിനത്തിന് നന്ദി എന്ന് പറയാം. സുഹൃത്തുക്കളുമൊപ്പമുള്ള ഉല്ലാസകരമായ രാത്രി ആഘോഷത്തിന് നന്ദി എന്ന് പറയാം. അങ്ങനെ എന്തിനെക്കുറിച്ചും നിങ്ങൾക്ക് നന്ദി എന്ന വാക്ക് ഉപയോഗിച്ച് നന്ദി പറയാം. ഓരോ അനുഭവത്തിനും മാന്ത്രിക വാക്കായ നന്ദി എന്ന് ഉറക്കെ പറയുകയാണെങ്കിൽ ഈ മാന്ത്രിക പരിശീലനം കൂടുതൽ ശക്തിയുള്ളതായി തീരും. എന്നാൽ അത് ഉറക്കെ പറയാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ മനസ്സിൽ പറഞ്ഞാലും മതി. കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി ഒരു ദിവസത്തിലെ എല്ലാ ജോലിയോടും സംഭവത്തോടും പ്രയോഗിച്ച് പൂർത്തിയായി കഴിയുമ്പോൾ ഇന്ന് ഞാൻ കേൾക്കുന്ന ഏറ്റവും നല്ല വാർത്തയ്ക്ക് നന്ദി എന്ന് പറഞ്ഞ് മാന്ത്രിക പരിശീലനം നിങ്ങൾ അവസാനിപ്പിക്കുക. കൃതജ്ഞതയിലൂടെ ഒരു മാന്ത്രിക ദിനം ഉണ്ടാകുന്നതിനായി ഓരോ ദിനവും പ്രഭാതത്തിൽ വീഴ്ചയില്ലാതെ ഞാൻ പരിശീലനം പൂർത്തിയാക്കുമ്പോൾ അന്നേ ദിനം എന്നിലേക്കെത്തുന്ന ശുഭവാർത്തയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുക. ഇതിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം മികച്ച വാർത്തകൾ വരുന്നു. ഓരോ ആഴ്ചയും ദിവസങ്ങളും പിന്നിടുമ്പോൾ നല്ല വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ തവണ പുതിയ നല്ല വാർത്തകൾ നമ്മൾ കൂടുതൽ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. കൂടുതൽ നന്ദിയുള്ളവരും ഉത്സാഹഭരിതരുമാകുന്നു. കാരണം അത് നിങ്ങളിലേക്ക് എത്താൻ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി പ്രയോഗിച്ചത് കൊണ്ടാണ്. ഒന്നുകൂടി ഞാൻ നിങ്ങളുടെ പ്രാക്ടീസിനെ കുറിച്ച് പറയാം. രാവിലെ അന്നേ ദിനത്തിനുള്ള നിങ്ങളുടെ പദ്ധതികൾ വൈകുന്നേരവും കിടക്കാൻ പോകുന്നത് വരെയും മനസ്സിൽ ഒന്ന് രൂപപ്പെടുത്തുക. ഓരോ പരിപാടിക്കും സംഭവത്തിനുമൊപ്പം നന്ദി എന്ന മാന്ത്രിക വാക്ക് അത് നന്നായി നടന്നാൽ എന്ന പോലെ നിങ്ങൾ പറയുക. ദിവസത്തിനൊടുവിൽ നിങ്ങൾ നന്ദി പറയുന്നതായി സങ്കല്പിക്കുക. എല്ലാം നന്നായി നടന്നതിൽ നിങ്ങൾ അങ്ങേയറ്റം നന്ദി പ്രകാശിപ്പിക്കുക. നിങ്ങളുടെ ദിവസത്തിൻ്റെ എല്ലാ പദ്ധതികളും നന്നായി നടന്നതിൽ നിങ്ങൾ നന്ദി പ്രകാശിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാന്ത്രിക പരിശീലനം അവസാനിപ്പിക്കുക. ഇന്ന് എന്നിലേക്ക് എത്തുന്ന നല്ല വാർത്തയ്ക്ക് നന്ദി. ഈ പ്രാക്ടീസ് നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.